കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. IPC ഫാമിലി കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ നടക്കുന്ന ഈ ഇമ്പാക്ട് മീറ്റിംഗ് വിമൻസ് കണക്ട്, ഇതിലായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാർക്കും എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ മീറ്റിംഗിലേക്ക് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ലേഡീസ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന രേഷ്മ സിസ്റ്ററിനോടുള്ള എൻ്റെ ഹൃദയത്തിലെ നന്ദിയെ ഞാൻ ഈ രാത്രികാലം അറിയിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി പ്രൈസ് ഗോഡ് കോൺഫറൻസിന്റെ തീം ആയിട്ട് എടുത്തിരിക്കുന്ന അതേ വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. പ്രൈസ് ഗോഡ്. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. പ്രൈസ് ഗോഡ്. എംപവേർഡ് ടു ട്രാൻസ്ഫോം, രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി. ഹല്ലേലൂയ, സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്താ വിഷയമാണ് ഈ കോൺഫറൻസിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഓർക്കുക, ഈ കൂടാരത്തിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, പ്രൈസ് ഗോഡ്, ദൈവത്തോട് നമ്മളെ അനുരൂപരാക്കുവാൻ ഈ മൺപാത്രങ്ങളാകുന്ന നമ്മിൽ പ്രസാദിച്ച ദൈവത്തെ ഓർത്ത് എല്ലാവരും തങ്ങളുടെ കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. പ്രൈസ് ഗോഡ്. അനുരൂപരാക്കുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഓർത്ത് സ്തോത്രം ചെയ്യും. ഓർക്കുക, ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ ശാന്തമായി, എന്തിനാണ് നമുക്കൊരു രൂപാന്തരം ആവശ്യം? പ്രൈസ് ഗോഡ്. Why we need to be transformed. 2, ഏത് തരത്തിലുള്ള ഒരു രൂപാന്തരമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഏത് തരത്തിലുള്ള ഒരു രൂപാന്തരം? പരിശുദ്ധാത്മാവിന് ആ രൂപാന്തരത്തെ, അതിലുള്ള സ്വാധീനം, പ്രൈസ് ഗോഡ്, ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ആ സ്വാധീനം, അതിന്റെ ഇമ്പാക്റ്റ് എന്നാണ്? ഇതാണ് നമ്മൾ ഈ രാത്രികാലം ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രികാലം നമ്മൾ ഈ വിഷയം ചിന്തിക്കുമ്പോൾ, സ്തോത്രം, നമ്മളെ ഒരു രൂപാന്തരം വന്നവരായി നമ്മളെ കർത്താവ് മാറ്റുവാൻ, ഹല്ലേലൂയ, ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ, സ്തോത്രം, നമുക്ക് ഈ വചനം കർത്താവ് ഈ രാത്രികാലം തന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഓർക്കുക ദൈവ പൈതലേ, പ്രിയ ദൈവദാസിയെ ഓർക്കണം, എന്തിനെങ്കിലും മാറ്റം വരുത്തുവാൻ കഴിയുമെങ്കിൽ, സ്തോത്രം, മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ വചനത്തിന്, ദൈവത്തിന്റെ വചനത്തിനും പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് മാത്രമേ ഒരു മാറ്റം വരുത്തുവാൻ കഴിയൂ. നമ്മൾ വായിച്ച വാക്യം, പ്രൈസ് ഗോഡ്, രൂപാന്തരം. പ്രൈസ് ഗോഡ്. എന്താണ് ഈ ട്രാൻസ്ഫോം? എന്താണ് അതിന്റെ നിർവചനം? എ ചേഞ്ച് ഓഫ് വൺസ് നേച്ചർ, ഒരുവന്റെ സ്വഭാവത്തിൽ, പ്രകൃതിയിലുള്ള മാറ്റം. പ്രൈസ് ഗോഡ്. സ്ഥിതിക്ക് വരുന്ന മാറ്റം, ഫങ്ഷന് വരുന്ന മാറ്റം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതെ, അത് സംഭവിക്കണമെങ്കിൽ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ചേഞ്ച് ഓഫ് ദ ഹാർട്ട് ഓഫ് ഹൂ ദേ ആർ. അടിസ്ഥാനപരമായി ഒരുവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം, അതും ഹൃദയത്തിന്റെ മാറ്റം. പ്രൈസ് ഗോഡ്. ആ വ്യക്തിയുടെ മനസ്സിനെ, ചിന്താഗതികളെ പാടെ മാറ്റുവാൻ, പ്രൈസ് ഗോഡ്, ആ
പ്രക്രിയയാണ് ട്രാൻസ്ഫോർമേഷൻ, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം. ഇത് റിന്യൂവൽ അല്ല, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതൊരു പുതുക്കലല്ല, ഒരു പാടെ ഒരു മാറ്റം സംഭവിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഓർക്കുക, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇത് റോമയിലുള്ള വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതിയ ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു ലേഖനമാണ്. ഈ വിശുദ്ധന്മാർ, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് വേണ്ടി ആദ്യത്തെ 11 അധ്യായത്തിൽ കാതലായിട്ടുള്ള, സ്തോത്രം, വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് സംസാരിച്ച ശേഷം ഈ 12ാം അധ്യായത്തിൽ പ്രായോഗികമായി, പ്രൈസ് ഗോഡ്, പ്രായോഗിക ഉത്ബോധനത്തിന്റെ ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്കിത് കാണാം. ജീവിത പാഠങ്ങളെ കുറിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രതിപാദിക്കുന്ന ഒരു ചാപ്റ്റർ അല്ലേ ഈ 12ാമത്തെ അധ്യായം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇത് വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുകയാണ്. അതിന്റെ ആദ്യം നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ ഏതോ ഞാൻ പണ്ട് കേട്ടിട്ട് ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ, ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളോട് പറയുക, വളരെ കാതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്. ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു രൂപാന്തരം വരണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതൊന്ന് തിരിച്ചറിയേണ്ടതിന് എന്റെ പ്രിയ ദൈവ പൈതലേ, നീ ഒന്ന് രൂപാന്തരപ്പെട്ടേ മതിയാകൂ. സ്തോത്രം. ഏത് തരത്തിലുള്ള രൂപാന്തരമാണ്? പ്രൈസ് ഗോഡ്. അല്ല, ആദ്യം നമുക്ക് ചിന്തിക്കാം, എന്തിനാണ് രൂപാന്തരം ആവശ്യം? അവിടെ എഴുതിയിരിക്കുന്ന ഇതാണ്: നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ, ടു ലിവ് ഇൻ എ വേ ദാറ്റ് പ്ലീസസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ, സ്തോത്രം സ്തോത്രം, നിനക്കൊരു രൂപാന്തരത്തിന്റെ ആവശ്യമുണ്ട്. അടിസ്ഥാനപരമായ ഒരു മാറ്റം ദൈവ പൈതലേ നിന്റെ ജീവിതത്തിൽ വന്നേ മതിയാകൂ എന്ന് അപ്പോസ്തലൻ, ഹല്ലേലൂയ, റോമയിലെ വിശുദ്ധന്മാരോട് പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രികാലം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന അതാണ്: ട്രൈ, ടെസ്റ്റ്, ശോധന ചെയ്യണം. ടു ഡിസേൺ, തിരിച്ചറിയേണ്ടത് നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യണം ഈ രാത്രിയിൽ. ദൈവമേ, എന്റെ ജീവിതം നിനക്ക് പ്രസാദമാണോ? ഞാൻ ഈ ചെയ്യുന്നതിലൊക്കെ എന്റെ ആരാധന, ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന എന്റെ ആരാധന, എന്റെ ഹോസ്പിറ്റാലിറ്റി, ഇതിലൊക്കെ നീ പ്രസാദിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ലോകത്തോടൊരൽപ്പം കോംപ്രമൈസായി അനുരൂപരായി ചിലതിനൊക്കെ ഞാൻ അടിമപ്പെട്ട് ചില പോരുകളിൽ ഞാൻ പരാജിതയായി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തിന്നും കുടിച്ചും. പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ജീവിതം ആണോ ദൈവമേ നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഇതിൽ നിനക്ക് പ്രസാദമുണ്ടോ? സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഓർപ്പിക്കുകയാണ്, ഇന്നൊന്ന് ശോധന ചെയ്യണം. ഇന്ന്, പ്രൈസ് ഗോഡ്, എന്റെ ജീവിതം, ഈസ് ഇറ്റ് വർത്ത്? എന്റെ ഈ ജീവിതം മൂല്യമുള്ളതാണോ ദൈവമേ നിന്റെ സന്നിധിയിൽ? എന്റെ പ്രവൃത്തികൾ, എന്റെ ആരാധന, സ്തോത്രം, അല്ല എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം പ്രബോധനമായി പറയുകയാണ്,
ഒരു രൂപാന്തരത്തിന്റെ ആവശ്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്, നന്മയും ഗുഡ് ജീവിതം, ഗുഡ്, പെർഫെക്റ്റ്, ആക്സെപ്റ്റബിൾ. ഈ 3 കാര്യങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സോ അതിനു വേണ്ടിയാണ് ഒരു രൂപാന്തരം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഗുഡ്, പെർഫെക്റ്റ്, ആക്സെപ്റ്റബിൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവദാസിമാരെ, ആരെയാ നമ്മൾ നോക്കേണ്ടത്? പ്രൈസ് ഗോഡ്. ഈ മാറ്റം, പ്രൈസ് ഗോഡ്, പരിശുദ്ധാത്മ, നമുക്കറിയാം വായിച്ച പ്രകാരം പരിശുദ്ധാത്മാവിന് മാത്രമേ മാറ്റം വരുത്തുവാൻ കഴിയുള്ളൂ. ദൈവവചനത്തിന് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക്, പ്രൈസ് ഗോഡ്, മാറ്റം വരുത്തുവാൻ കഴിയും. ഏത് അവസ്ഥയും മാറ്റുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. നമുക്കറിയാം പാഴും ശൂന്യവുമായിരുന്ന ഭൂമി, അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ ദൈവത്തിന്റെ ശബ്ദം. ഒരു പാട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാടിയില്ലേ? ആദി പിതാവ് ഓതിയതാം ആദി വേദനാദമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയുടെ പ്രകൃതി തന്നെ മാറ്റിയത്, പ്രൈസ് ഗോഡ്, ഒരൊറ്റ ശബ്ദമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, ഉളവായി. ദൈവത്തിന്റെ ശബ്ദത്തിന് മാറ്റുവാൻ കഴിയും. അവർക്ക് ഒരു വാക്ക് മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം, രൂപാന്തരം വരുത്തുവാൻ. നമുക്കറിയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. 33-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ അവന്റെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി എന്ന് വായിക്കും. പ്രൈസ് ഗോഡ്. വചനം കൊണ്ട് രൂപാന്തരം വരുത്തുന്നവനായ ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമ്മൾ ഹല്ലേലൂയ വായിച്ചത് ദൈവത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പ്രൈസ് ഗോഡ്, വരുത്തുന്ന മാറ്റം. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മ ശക്തിക്ക് വരുത്തുവാൻ കഴിയുന്ന മാറ്റങ്ങൾ. കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുകയാ. പ്രൈസ് ഗോഡ്. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഒരു ബോധം, ഹല്ലേലൂയ, സ്തോത്രം, ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും മനുഷ്യരെ ഓർപ്പിക്കുന്ന, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ബോധം വരുത്തുന്ന സത്യത്തിന്റെ ആത്മാവ് വന്നാൽ മാത്രമേ ഒരു രൂപാന്തരം, ഹല്ലേലൂയ, സ്തോത്രം, വരുവാൻ കഴിയുള്ളൂ എന്ന്, സ്തോത്രം, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണല്ലോ നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയത്. പ്രൈസ് ഗോഡ്. അതിലൂടെ മാത്രമേ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, കർത്താവ് പറഞ്ഞു, മുടിയൻ പുത്രൻ, ഹി കെയിം ടു ഹിംസെൽഫ്, അവന് സുബോധം വന്നു. പ്രൈസ് ഗോഡ്. സത്യത്തിന്റെ ആത്മാവ്, ഭോജത്തിന്റെ ആത്മാവല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ രാത്രികാലം നമുക്ക് നോക്കുവാനുള്ള മാതൃകാ പുരുഷൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം, അത് കർത്താവാണ്. പ്രൈസ് ഗോഡ്. എങ്ങനെയാണ്, സ്തോത്രം, മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്? സ്തോത്രം. ഏതിലാണ് ഒരു രൂപാന്തരം നമുക്ക് സ്തോത്രം സംഭവിക്കേണ്ടത്? ഏതിലാണ് രൂപമാറ്റം അല്ലെങ്കിൽ രൂപാന്തരം വരേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ്, സ്തോത്രം, നമ്മുടെ മാതൃകാ പുരുഷനായ കർത്താവിനെ ഒന്ന് നോക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ.
ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ മാതൃകാ പുരുഷനായ നമ്മുടെ ഗുരു, നമ്മുടെ നാഥൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറയുകയാണ്, പ്രൈസ് ഗോഡ്, മാറ്റം വന്നവൻ, ഹല്ലേലൂയ, സ്തോത്രം, മാറ്റം വരുത്തിയവൻ, പ്രൈസ് ഗോഡ്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. Although he was God, existed in the form of God. സ്തോത്രം. കർത്താവ് മനുഷ്യരൂപമെടുത്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തന്നെത്താൻ താഴ്ത്തി. അതെ, അവിടെ എഴുതിയിരിക്കുന്ന 2 പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പ്രൈസ് ഗോഡ്, ഫോം ഓഫ് ഗോഡ്. നമുക്ക് വരേണ്ട രൂപാന്തരത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭാവത്തിലുള്ള വ്യത്യാസം. പ്രൈസ് ഗോഡ്, ദൈവത്തോടുള്ള സമത്വം, കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം. ഹി കുഡ് ഹാവ്, പറ്റുമായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത്, ഈ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, തന്നെത്താൻ ഒഴിച്ചു. പ്രൈസ് ഗോഡ്. ആ ഒരു വാക്യമാണ്, ആ ഒരു പദമാണ് ഞാൻ ഈ രാത്രികാലം ഊന്നി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. He emptied himself. ഇന്ന് രാത്രികാലം ഒരു രൂപാന്തരം, ഹല്ലേലൂയ, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ദൈവ പൈതലെ, പ്രൈസ് ഗോഡ്, ഈ രാത്രികാലം പരിശുദ്ധാത്മാവിന് പറയുവാൻ ഉള്ളത് ഇതാണ്. കർത്താവ്, സ്തോത്രം, emptied himself to be a bond servant, to be obedient till the death of cross. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന രൂപാന്തരം ഇതാണ്. ഭാവം, ഹല്ലേലൂയ, സ്തോത്രം, അതിനൊരു രൂപാന്തരം ആവശ്യമാണ്. ഫോം. അതിനു വേണ്ടി പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, തന്നെത്താൻ ഒഴിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. When Jesus emptied himself from all forms, dignity, manner, equality, എങ്ങനെ അത് സാധിച്ചത്? Because he was full of spirit. ആത്മാവിന്റെ ശക്തിയോടെയാണ്, സ്തോത്രം, യോർദാൻ വിട്ട്, യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റിട്ട്, ഹല്ലേലൂയ, ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് പോയവനായ കർത്താവ്. ഈ രാത്രികാലം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് അതാണ്. സ്തോത്രം, തന്നെത്താൻ ഒഴിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായതുകൊണ്ട് he emptied himself to be transformed as a bond servant because he was full of spirit. Hallelujah, സ്തോത്രം. ദൈവ പൈതലെ, നമ്മൾക്ക് വരുന്ന രൂപാന്തരം കർത്താവിന്റെ വേല ചെയ്യുവാനാ. പ്രൈസ് ഗോഡ്. കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ ചില നിർണയങ്ങൾ, അവന്റെ ഇഷ്ടങ്ങൾ, നമ്മൾ വായിച്ചതുപോലെ നന്മയും
പൂർണ്ണ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവാൻ കർത്താവ് ഈ രാത്രികാലം നമ്മളിൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം രൂപാന്തരം മറ്റൊന്നുമല്ല. Can you empty yourself? നിന്നെ തന്നെ ഒഴിക്കുവാൻ. Praise God. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതെ, പിതാവ് ആ പാനീയയാഗമായ അവിടെ സ്തോത്രം ക്രിസ്തുവും നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി സമർപ്പിച്ചതുപോലെ ദൈവത്തിന് ജീവിതം ആരാധനയായി മാറണമെങ്കിൽ സ്തോത്രം you have to empty ourselves. ചില കാര്യങ്ങളൊക്കെ ഒഴിച്ചേ മതിയാകെ. സ്തോത്രം. ചില ഭാവങ്ങൾ, praise God, ചില സ്റ്റാറ്റസ്, ചില ഡിഗ്നിറ്റി, ചില ഈക്വാലിറ്റി വേണമെന്നുള്ള മുറുകെ പിടിക്കുന്ന സ്തോത്രം ഇതിലൊക്കെ ചില മാറ്റങ്ങൾ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. കർത്താവിന് പരിശുദ്ധാത്മ ശക്തിയുടെ നിറവ് ആവശ്യമായിരുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ഗോഡ്, നമ്മൾക്ക് എത്രയോ അധികമാണ്. പ്രൈസ് ഗോഡ്. സ്വയം ശക്തിയാൽ പ്രൈസ് ഗോഡ് നടക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ വന്ന 2 രൂപാന്തരങ്ങൾ. സ്തോത്രം. ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടപ്പോൾ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ. നമ്മൾ പാടത്തില്ലേ, ഗ്രേറ്റ് ചേഞ്ച് സിൻസ് ഐ വാസ് ബോൺ. ചെയ്തതൊന്നും ഞങ്ങൾ പണ്ട് ചെയ്തതൊന്നും ഇപ്പം ചെയ്യാതെ. സ്തോത്രം. രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ. 2, സ്നാനപ്പെട്ടപ്പോൾ പ്രൈസ് ഗോഡ് പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞ് പ്രൈസ് ഗോഡ് പുതിയ മനുഷ്യനെ ധരിച്ചപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ അത് സാധ്യമായത് തീത്തോസിന്റെ ലേഖനം 3:15 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായത്. പ്രൈസ് ഗോഡ്. അതിന് ആധാരമായി തീത്തോസിന്റെ ലേഖനം 3:5 നാം വായിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ വന്നെങ്കിൽ ഈ ഹല്ലേലൂയ സ്തോത്രം ഈ ഭാവം, പ്രൈസ് ഗോഡ്, ഇഫ് യു വാണ്ട് ടു എംപ്റ്റി യുവർസെൽഫ്, പ്രൈസ് ഗോഡ്, ജീവിതത്തിൽ ഒരു രൂപാന്തരം ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്തോത്രം, ഇപ്രകാരമുള്ള ഒരു രൂപാന്തരം ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് ഈ രാത്രികാലം ശാന്തമായിട്ട് ഇടപെടുകയാണ്. യു ഹാവ് ടു എംപ്റ്റി യുവർസെൽഫ്. ചിലതൊക്കെ ഒഴിക്കണം. തന്നെത്താനെ, മറ്റുള്ളവരല്ല, തന്നെത്താനെ ഒഴിച്ച്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുക, ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പറയുക, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, തീമോഥെയോസേ, എന്റെ മോനെ, ശീതകാലത്തിന് മുമ്പേ വരണം. ഞാനോ ഇപ്പോൾ പാനീയ യാഗമായി ഒഴിക്കപ്പെടുക, എന്റെ നിര്യാണ കാലം അടുത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്താ സ്തോത്രം പൗലോസ് അപ്പോസ്തലനെ അത് പറയുവാൻ, ഞാനോ ഇപ്പോൾ ഒരു പാനീയ യാഗമായി ഒഴിക്കപ്പെടുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ഒഴിക്കപ്പെടുന്നു എന്ന് പറയുവാൻ ഇടയായത് സ്തോത്രം 3-ാം സ്വർഗത്തോളം ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നറിയുന്നില്ല, ആത്മാവിന്റെ നിറവിൽ എടുക്കപ്പെട്ടവനായ പൗലോസ് അപ്പോസ്തലൻ. പ്രൈസ് ഗോഡ്. അതെ, ഈ രാത്രിയിൽ അപ്രകാരമുള്ള ഒരു രൂപാന്തരം വരണമെങ്കിൽ പ്രൈസ് ഗോഡ് പരിശുദ്ധാത്മ നിറവ് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, ദൈവം രൂപാന്തരപ്പെടുത്തിയ അനേക വ്യക്തികളെ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിൽ ഓർക്ക, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സ്തോത്രം ശിംശോൻ, ഗിദെയോൻ, പ്രൈസ് ഗോഡ്, ദെബോര, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇവരെ ശക്തരാക്കിയത്
ദൈവം ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇവരെ കർമ്മയോഗികളാക്കിയത് പ്രൈസ് ഗോഡ് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. പ്രൈസ് ഗോഡ് അവരിൽ സ്തോത്രം പകർന്ന ആത്മശക്തിയാലാണ് അവർക്കത് ചെയ്യുവാൻ കഴിഞ്ഞത്. പ്രൈസ് ഗോഡ് ദൈവം രൂപാന്തരപ്പെടുത്തുവാൻ സ്തോത്രം പത്രോസിനെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ ഓർക്കുക, പത്രോസിന്റെ പടകിനെ പ്രൈസ് ഗോഡ് എംപ്റ്റിയാക്കി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവനാക്കി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പത്രോസിനെ മാറ്റിയത് മറ്റൊന്നുമല്ല, നമുക്കറിയാം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പ്രൈസ് ഗോഡ് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം അവരുടെ മേൽ പതിഞ്ഞ ആ പരിശുദ്ധാത്മ ശക്തിയാലാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്ന ടൈറ്റിലേക്ക് സ്തോത്രം ഭീരുവായിരുന്ന പത്രോസ് ഹല്ലേലൂയ സ്തോത്രം ഒരു ബാല്യക്കാരിയുടെ മുൻപിൽ പ്രൈസ് ഗോഡ് ഒരു വേലക്കാരിയുടെ മുൻപിൽ കർത്താവിനെ തള്ളി പറഞ്ഞവൻ, പടകും വിട്ട പടകും വലയും എല്ലാം എടുത്തു പോയവൻ. പ്രൈസ് ഗോഡ് അവന്റെ പടകിനെ ദൈവം ശൂന്യമാക്കി. പ്രൈസ് ഗോഡ് യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് മാടി വിളിച്ച് ഹല്ലേലൂയ കർത്താവ്. എന്നാൽ അവനെ ധൈര്യശാലിയാക്കിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം. പത്രോസ് ചെയ്ത അത്ഭുതങ്ങൾ എത്രയോ ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയിൽ. ഓർക്കുക ദൈവ പൈതലെ, രൂപാന്തരം പ്രാപിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരെ എംപവർ ചെയ്യുവാൻ കഴിയുന്നു. കർത്താവിന്റെ ആത്മശക്തിയാൽ നമ്മൾക്കൊരു രൂപാന്തരം വന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ്, രേഷ്മ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിഴലിട്ട മറിയം ചെയ്ത കാര്യം എന്താണ്? ഒളിച്ചു വാർത്ത എലിസബത്തിനെ സന്ദർശിക്കുകയാണ്. ഈ രാത്രികാലം യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുക എന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരിക എന്നും പറയുവാനാ നിന്നെ ഞാൻ അഭിഷേകം ചെയ്തത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം. വെറുതെ അല്ല നമുക്ക് കർത്താവ് ഈ അഭിഷേകത്തിന്റെ ശക്തി തന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ് ടു ട്രാൻസ്ഫോം അതേഴ്സ്. ബന്ധനത്തിൽ ഇരിക്കുന്നവരെ അഴിച്ചുവിടുവാൻ. ഒരുപക്ഷെ ഈ രാത്രികാലം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഐ എം എ വുമൺ, ഞാനൊരു ഹല്ലേലൂയ ഒരു സ്ത്രീയല്ലേ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം. ഓർക്കുക, തിരുവെഴുത്തുകളിൽ സ്തോത്രം ഒരു മറിയ അത്യുന്നതന്റെ ശക്തി നിഴലിട്ടപ്പോൾ പ്രൈസ് ഗോഡ് കർത്താവിന്റെ മാതാവ് അവളുടെ സമർപ്പണ ബോധം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം രൂപാന്തരപ്പെടുത്തിയത് മറ്റൊന്നുമല്ല അത്യുന്നതന്റെ ശക്തിയല്ലേ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ കർത്താവ് ചെയ്ത ഹല്ലേലൂയ കർത്താവ് വരുത്തിയ മാറ്റങ്ങൾ, വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തി. പ്രൈസ് ഗോഡ്. യോഹന്നാൻ സ്നാപകനെ ഒന്ന് ഓർത്തു നോക്കി സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം. അന്ന് വരെ ഉണ്ടായിരുന്ന വ്യവസ്ഥിതികളെ മാറ്റുവാൻ തക്കവണ്ണം he was empowered to transform. ഹല്ലേലൂയ സ്തോത്രം. സർപ്പസന്തതികളെ എന്ന് വിളിക്കുവാൻ. പ്രൈസ് ഗോഡ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുമെന്ന് പറയുവാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ സ്തോത്രം. he was empowered to transform. പദാർത്ഥങ്ങളെ മാത്രമല്ല, ആദ്യമായിട്ട് ചെയ്ത സ്തോത്രം അത്ഭുതം നമുക്കറിയാം, സയൻസ് ആൻഡ് വണ്ടേഴ്സ്. ഹല്ലേലൂയ സ്തോത്രം. വെള്ളത്തെ വീഞ്ഞാക്കിയവൻ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചവൻ. എന്നാൽ സർവോപരി ഹല്ലേലൂയ ബിയാറ്റിറ്റ്യൂഡ്സ്, മലമേൽ കയറി അവരോട് പറയുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്തോത്രം. കണ്ണിന് പകരം കണ്ണ്, ജീവന് പകരം ജീവനല്ല. സ്തോത്രം. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക.
സ്തോത്രം. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാൻ വന്നവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശമര്യ സ്ത്രീയോട് പറയുവാണ്, ആ മലയിലെ എന്നെ ആരാധിക്കുന്നവരെ സത്യത്തിലും ആത്മാവിലും എന്നെ ആരാധിക്കണം. ആരാധനയ്ക്ക് സ്തോത്രം രൂപാന്തരം വരുത്തിയവൻ. പ്രൈസ് ഗോഡ്. അതെ, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, കള്ളന്മാരുടെ ഗുഹയല്ലെന്ന് പറഞ്ഞവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ രാത്രികാലം ഓർക്കുക, പ്രൈസ് ഗോഡ്, കർത്താവ് സ്തോത്രം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. വി ആർ എംപവേർഡ് ടു ട്രാൻസ്ഫോം അതേഴ്സ്. ഓർക്കുക, അവസാനം ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ശവക്കല്ലറയ്ക്ക് അപ്പുറത്ത് നമുക്കൊരു പ്രത്യാശയുണ്ട്. പ്രൈസ് ഗോഡ്. അവിടെ നമുക്കൊരു രൂപാന്തരം നടക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ. ഓർക്കുക, സ്തോത്രം, നമ്മൾ സ്ത്രീകളായി, ഹല്ലേലൂയ, സഹോദരിമാരായിട്ട് കർത്താവ് ഈ രാത്രികാലം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്. You have to be empowered to transform others. സ്തോത്രം. ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവാൻ പറയത്തക്ക ആത്മശക്തിയാൽ ഈ ദിവസങ്ങളിൽ നിന്ന് നിറയപ്പെടണം. കർത്താവ് വാഗ്ദത്തം ചെയ്തതിനെ നിറയ്ക്ക് കരുവാൻ ശക്തനാ. പ്രൈസ് ഗോഡ്. ഭോഷ്ക്ക് പറയുന്ന ദൈവമല്ല. ഇരുട്ടത്തിരിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ ദൈവശക്തിയാൽ നാം നിറയപ്പെടുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മ ശക്തിയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാണ്.